എലത്തൂരിലെ NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി PK ശശീന്ദ്രനെതിരെ NCPയിലെ ഒരു വിഭാഗം. PK ശശീന്ദ്രൻ ഫോം ബി നൽകിയത് നിയമവിരുദ്ധമായി എന്നാണ് ആരോപണം. DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. NCPക്ക് കാൻഡിഡേറ്റ് ഇന്ന് NCP ഇന്ന് NDAയുടെ ഭാഗമാണ്, NDA മുന്നണിയുടെ ഭാഗമാണ്. NDA മുന്നണിയുടെ 140 മണ്ഡലങ്ങളിലും NCPയുടെ പ്രവർത്തകർ NDA മുന്നണിയുടെ ഭാഗമായി പ്രചരണത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏലത്തൂരിൽ NCPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരാൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യാജമായ ബി ഫോം നിർമ്മിച്ച് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി വ്യാജമായ ബി ഫോം നിർമ്മിച്ച് ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും പൊതുജനങ്ങളെയും വിഡ്ഢികളാക്കുന്നതിനും വേണ്ടി നടത്തിയ ഗൂഢാലോചന, വിഡ്ഢികളെന്നല്ല, ഒരു ക്രിമിനൽ കുറ്റമാണ്, അത് ഗൂഢാലോചന പടമാണ് എന്നാണ് NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ശരത് SS വിവരങ്ങളുമായി ചേരുന്നത്. ശരത്, എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? എന്താണ് ഈ പരാതിയുമായി ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്, ഈ ഘട്ടത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനെ, പാർട്ടിക്കകത്തെ ഒരു വിഭാഗം തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനെ എങ്ങനെ കാണണം ശരത് SS? റിജിത്ത്, അതായത് എലത്തൂരിൽ NCPയുടെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ട് എന്നുകൂടി പറയേണ്ടി വരും. കാരണം നമുക്കറിയാം, NCPയുടെ സ്ഥാനാർത്ഥിയായ LDFിൻ്റെ കൂടി സ്ഥാനാർത്ഥിയായ AK ശശീന്ദ്രനാണ് ആദ്യം മണ്ഡലത്തിൽ മത്സരിക്കുകയും ഒപ്പം നാമനിർദ്ദേശ പത്രികയൊക്കെ തന്നെ സമർപ്പിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ NCP അജിത് പവാർ വിഭാഗമായ PK ശശീന്ദ്രൻ ഇത്തരത്തിൽ ഇത്തവണ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക കൂടി ചെയ്തു. അതോടുകൂടി തന്നെ NCPയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്ക് PK ശശീന്ദ്രനാണ് ഇത്തവണ ലഭിക്കുകയും ചെയ്തത്. AK ശശീന്ദ്രന് കാഹളം മുഴക്കുന്ന ആ മനുഷ്യൻ എന്ന ചിഹ്നമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ തുടക്കത്തിൽ ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ, അതായത് അജിത് പവാർ വിഭാഗത്തിന് തന്നെ മറ്റൊരാൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുകയാണ്. അതായത് PK ശശീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ്. അതായത് ഫോം ബി തയ്യാറാക്കുമ്പോൾ ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പ് വേണം, അതില്ലാതെയാണ് ഈ പത്രിക സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റായ രീതിയിലാണ്. അത് ഉന്നയിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGPക്കും അടക്കം ഈ അജിത് പവാർ വിഭാഗത്തിന്റെ ഒരു വിഭാഗം ആളുകൾ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം PK ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹം പറയുന്നത് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആൾ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയായ PK ശശീന്ദ്രനെതിരെയാണ് പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഒരു വിഭാഗം കമ്മീഷനും DGPക്കും പരാതി നൽകിയിരിക്കുന്നത്.